പോത്തുണ്ടി ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അന്നദാനം തുടരുന്നു. രാമായണ മാസാചരണത്തിന്റെ അവസാന 10 ദിവസങ്ങളിലാണ് അന്നദാനം നടക്കുന്നത്. അന്നദാനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിലെ ആത്മീയ ചടങ്ങുകൾക്കൊപ്പം ഭക്തജനങ്ങളുടെ കൂട്ടായ്മയ്ക്കും അന്നദാനം അവസരമൊരുക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് മുഴുവനും അന്നദാനം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. രാമായണ മാസാചരണത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച ഇല്ലം നിറ നടക്കും. കർക്കിടക മാസത്തിലെ പ്രധാന ആചാരാനുഷ്ഠാനങ്ങളിലൊന്നായ ഇല്ലം നിറയ്ക്കുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 10-ാം തീയതി തൊട്ടിട്ട് ഓഗസ്റ്റ് 16-ാം തീയതി വരെ പ്രസാദൂട്ട് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കർക്കിടക പിതൃതർപ്പണമായ പാമ്പുബലി ഇതിനിടയിൽ ഒരു ദിവസം വരുന്നുണ്ട്. അന്നത്തെ ദിവസം ചൊവ്വാഴ്ച 12-ാം തീയതിയാണ്. ആ 12-ാം തീയതി പാമ്പുബലി പിതൃതർപ്പണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി ഭക്തജനങ്ങൾ ഇവിടെ ഏത് സമയത്തും അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എടുക്കാം. അല്ലാത്തവർക്ക് അന്ന് തന്നെ ടോക്കൺ ഇവിടെ വന്നെടുത്ത് ഭഗവാന്റെ തിരുസന്നിധിയിൽ പൂജാകർമ്മങ്ങൾക്കും ബലിതർപ്പണങ്ങൾക്കും ഉള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അന്നത്തെ വഴിപാടുകളായ ശ്രീ പൂജ, നിറമാല, അതുപോലെ തന്നെ തിലഹോമം എന്നീ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തൊരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പ്രസാദ ഊട്ടിലേക്കും അതുപോലെ തന്നെ ബലിതർപ്പണത്തിലേക്കും എല്ലാവരെയും ക്ഷേത്ര കമ്മിറ്റി വളരെ ഹാർദവമായി സ്നേഹത്തോടെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുകയാണ്. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് ഇല്ലം നിറ ചടങ്ങ് ആചരിക്കുന്നത്. ഇതിനു പുറമെ കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പിതൃസ്മരണയോടെ ബലിതർപ്പണം നടത്തുന്നതിനായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.